സ്ഥലങ്ങളിലും ഇവിടെ ചോദിക്കുന്നത്, നമുക്കിങ്ങനെ ഇരുന്നിട്ട് സംസാരിക്കാനും നമ്മുടെ അഭിപ്രായം പറയാനും വിമർശിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം ആരെ വാങ്ങി? 1947 ആഗസ്റ്റ് മാസം 15 തീയതി ഈ രാഷ്ട്രം ഒരു നവജാത ശിശുവിനെ പോലെ പിറവിയെടുത്ത് വീണത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കരകരങ്ങളിലേക്കായിരുന്നത് കൊണ്ടാണ് ഈ രാജ്യം ഒരു ലിബറൽ ഡെമോക്രാറ്റിക് സെക്യുലർ കൺട്രിയായി മാറിയത്. അതുകൊണ്ടാണ് നമുക്ക് അഭിപ്രായം പറയാനും നമുക്ക് സംസാരിക്കാനും ഇഷ്ടമുള്ള ഭാഷ സംസാരിക്കാൻ, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ, ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ, ഇഷ്ടമുള്ള പെണ്ണിനെ പ്രണയിക്കാൻ, അവളെ വിവാഹം കഴിക്കാൻ ഒക്കെയുള്ള അവകാശം കിട്ടിയത് ഈ രാജ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭരിച്ചതുകൊണ്ടാണ്. മറുവശത്ത് ഈ രാഷ്ട്രം പിറവിയെടുത്ത് വീണത് ഒരു RSSന്റെ കൈകളിലേക്കായിരുന്നെങ്കിൽ ഈ നാടിന്റെ അവസ്ഥ എന്താകുമായിരുന്നത്? മറ്റൊരു പാകിസ്ഥാനായി മാറുമായിരുന്നു. ഈ രാഷ്ട്രം പിറവിയെടുത്ത് വീണത് കമ്മ്യൂണിസ്റ്റുകാരുടെ കൈകളിലേക്കായിരുന്നെങ്കിൽ ഈ രാജ്യത്തിന്റെ അവസ്ഥ എന്താകുമായിരുന്നു? ഉത്തര കൊറിയയുടേതുപോലെ അല്ലെങ്കിൽ ക്യൂബയുടേതുപോലെ ഇൻസ്റ്റാഗ്രാം ഇല്ലാത്ത, യൂട്യൂബ് ഇല്ലാത്ത, ഫേസ്ബുക്ക് ഇല്ലാത്ത, ഗൂഗിൾ ഇല്ലാത്ത, ChatGPT ഇല്ലാത്ത, ജെമിനി ഇല്ലാത്ത ഒരു രാജ്യമായിട്ട് മാറുമായിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇന്നത്തെ യുവാക്കൾ ഒന്ന് ആലോചിക്കട്ടെ, ഇതൊന്നുമില്ലാതെ നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും?